എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അപ്പം നമ്മൾ ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ മന്ത്രാണം അചിന്യം ശക്തിത എന്നാണ്. കാരണം മന്ത്രങ്ങളുടെ ശക്തി ശരിക്കും അതീതമാണ്, നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. കാരണം എന്താ? അത് പരവാണിയാണ്. പരവാണി മന്ത്രമായിട്ട് ഭവിക്കുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ശക്തി അപാരമാണ്. കാരണം പര എന്ന് പറയുന്ന മൂലാധാരത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു സോഴ്സിൽ നിന്നാണ് ഈ ഓരോ അക്ഷരങ്ങളും വരുന്നത്. ഓരോ വർണ്ണത്തിനും പ്രത്യേക നിറം, തരംഗം, അതിന്റെ ദൈർഘ്യം ഇവ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവയെ കണ്ടറിഞ്ഞവരാണ് ഋഷിമാര്. അപ്പൊ ഈ ഛന്ദസ്സുകൾ എന്ന് പറയുന്നതാണ് മന്ത്രവാഹകര്. എപ്പോഴും ആലോചിച്ചോളണം, എല്ലാ മന്ത്രങ്ങൾക്കും ഋഷിയുണ്ട്, ഛന്ദസ്സുണ്ട്, ദേവതയുണ്ട്. അപ്പൊ മന്ത്രം എന്ന് പറയുമ്പോൾ ആദ്യത്തെ കണ്ടവരെ നമ്മൾ ഋഷി, അതിനെ നമ്മൾ ശിരസിൽ ആ ഒരു ഋഷിയെ ഒന്ന് വന്ദിക്കും. ഛന്ദസ് അത് ഏത് മീറ്ററാണ്, ഗായത്രിയാണോ പങ്ക്തിയാണോ, ഏതാണ് അതിന്റെ മീറ്റർ, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് മന്ത്രം ചൊല്ലാവൂ. അപ്പൊ ഛന്ദസ്സുകളിലൂടെയാണ് മന്ത്രം സഞ്ചരിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ നമ്മുടെ പഞ്ചദശാക്ഷരി മന്ത്രം ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, അവരവര് സംസാരിക്കുന്ന രീതി അത് ഗുരുജി നമുക്ക് പറഞ്ഞു തന്നാണ്. കാരണം ചിലരുടേത് വേഗമായിരിക്കും സംസാരം, ചിലത് വളരെ പതുക്കെയായിരിക്കും, ചിലത് വലിച്ചഴച്ച് സംസാരിക്കുക. അപ്പൊ അവരവര് സംസാരിക്കുന്ന രീതിയിൽ മന്ത്രം മുറിഞ്ഞു പോകാതെ 3 മണ്ഡലങ്ങളെയും യോജിപ്പിച്ചിട്ട് വേണം പഞ്ചദശാക്ഷരി ജപിക്കാൻ. മൂലാധാരം, അവിടെ നിന്ന് അനാഹതം, അനാഹതത്തിൽ നിന്ന് ആജ്ഞ, ആജ്ഞയിൽ നിന്ന് ചന്ദ്രമണ്ഡലം, അങ്ങനെ വേണം നമ്മൾ. ഒരിക്കലും അത് മുറിഞ്ഞു പോകരുത്. അപ്പൊ അത് നമ്മുടെ വേഗതയായിരിക്കണം, നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്ന വേഗത. അതുകൊണ്ടാണ് അതിന് ഛന്ദസ് പറഞ്ഞു തരാത്തത്. കാരണം പറഞ്ഞു തന്നാൽ ചിലര് മന്ത്രം വളരെ വേഗത്തിൽ പറയും, ചിലര് പതുക്കെ പറയും. അങ്ങനെ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഈ ഛന്ദസ്സുകൾ നമുക്ക് മന്ത്രവാഹകരാണ്. 16 സ്വരാക്ഷരങ്ങൾക്ക് സൂര്യനും, 25 വ്യഞ്ജനങ്ങൾക്ക് ചന്ദ്രനും, 9 വ്യാപകങ്ങൾക്ക് അഗ്നിയുമാണ് ദേവതകള്. ഈ 51 അക്ഷരങ്ങൾക്കും ദേവതകളുണ്ട്. അപ്പൊ ഈ ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ശിവമയമാണ്, ദീർഘാക്ഷരങ്ങൾ ശക്തി സ്വരൂപമാണ്. നമ്മൾ കണ്ടു, ആദ്യത്തെ 16 സ്വരാക്ഷരങ്ങൾ ശിവമയവും 36 വ്യഞ്ജനാക്ഷരങ്ങൾ ശക്തിമയവുമാണ്. അപ്പൊ ഈ ഹ്രസ്വാക്ഷരങ്ങളിലെ 8ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് നപുംസകമാണ്. അതില് റ, ഇറൗ, നു, നൂം എന്ന് പറയുന്ന 4 അക്ഷരങ്ങള് ഹ്രസ്വാക്ഷരങ്ങളാണ്. പിങ്കള നാഡിയിൽ കൂടെ ആണ് ഇത് പോകുന്നത്. ദീർഘാക്ഷരങ്ങള് ഇട നാഡിയിൽ കൂടെയും പോകും. അപ്പൊ ഈ ഇട പിങ്കള നാഡികളിൽ കൂടെയാണ് ഈ അക്ഷരങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ നപുംസകം അക്ഷരങ്ങള് സുഷുമ്ന നാഡി, അതായത് അവര് പ്രത്യേകം സഞ്ചാരമില്ല, അവരെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? സുഷുമ്ന നാഡി സ്ഥിതമാണ് അവര്. ഈ 4 അക്ഷരങ്ങള് റ, റൗ, നു, നും എന്ന് പറയുന്ന 4 അക്ഷരങ്ങള് നമ്മുടെ സുഷുമ്ന നാഡിയിൽ തന്നെയാണ്. അപ്പൊ ശക്തിയില്ലാതെ ശിവനും, ശിവനില്ലാതെ ശക്തിയും തനിച്ച് നിലനിൽക്കുകയില്ല. അതെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. സ്വരവും വ്യഞ്ജനവും കൂടെ ചേരുമ്പോൾ മാത്രമേ അക്ഷരമാവുന്നുള്ളൂ. കാരണം നമ്മുടെ ഈ ബേസിക് ഉപാസന, ശ്രീവിദ്യ ഉപാസന മന്ത്രാധിഷ്ഠിതമാണ്. അപ്പൊ ഈ മന്ത്രങ്ങൾക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട് അവിടെ. അപ്പൊ ഈ ഇതുപോലെ സ്വരവ്യഞ്ജനങ്ങൾക്ക് തനിയായി നിൽക്കാൻ പറ്റില്ല. ആ എന്നൊരു അക്ഷരം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വേറെ മായെങ്കിലും എഴുതാതെ ഒരു അർത്ഥം വരില്ല. അപ്പൊ സ്വരങ്ങൾക്കും വ്യഞ്ജനങ്ങൾക്കും സ്വന്തമായിട്ട് നിലനിൽപ്പില്ല. അവ പരസ്പരം ഓരോ വിധത്തില് യോജിക്കുന്ന വേളയിലാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് വേണം? ശിവശക്തി സംയോഗത്തിൽ മാത്രമേ ഒരക്ഷരം ഉണ്ടാവുള്ളൂ. അപ്പൊ ക്ഷരമല്ലാത്തത്, നാശമല്ലാത്തത്. ഇപ്പൊ ശിവനും ശക്തിയും സംയോജിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നാശമില്ല. അതുകൊണ്ടാണ് അക്ഷരം എന്ന് പറയുന്നത്. അക്ഷര സ്വരൂപം, അക്ഷര ബ്രഹ്മം എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള മുഴുവൻ യൂണിവേഴ്സ്, അതായത് ഈ പ്രപഞ്ചം മുഴുവനും അക്ഷര സ്വരൂപമാണ്, നാശമില്ലാത്ത അക്ഷരങ്ങളാൽ നിർമ്മിതമാണ്. അപ്പൊ ഈ കാരണം കൊണ്ട് നമ്മൾ അക്ഷരങ്ങളെ ശിവശക്തിമയം എന്ന് പറയുന്നു. അപ്പൊ ശിവശക്തികൾക്ക് നാശമില്ലാത്തതുപോലെ അക്ഷരങ്ങൾക്കും നാശം ഭവിക്കുന്നില്ല. അപ്പൊ ചിന്താതീതം, നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൽ എത്രയോ ഉയരത്തിലാണ് ഈ മന്ത്രങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മന്ത്രങ്ങളെ വളരെയധികം ബഹുമാനിക്കണം. മന്ത്രങ്ങൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. മന്ത്രദേവതയെ സ്മരിക്കണം. ഈ ഒരു മന്ത്രം ഉപേക്ഷിച്ച് വേറെ മന്ത്രം സ്വീകരിക്കുക, ഇതൊന്നും പാടില്ല. കാരണം മന്ത്രം വെറും വാക്കുകളല്ല, മന്ത്രങ്ങൾക്ക് ദേവതയുണ്ട്. ആ ദേവതയുടെ ശാപം ഒരിക്കൽ കിട്ടിയാൽ ഒരിക്കലും അതിൽ നിന്ന് നമ്മൾ പ്രായശ്ചിത്ത കർമ്മത്തിലൂടെ മാത്രമേ അതിൽ നിന്ന് മുക്തമാവാൻ പാടുള്ളൂ. ഒരു പരമ്പരയിൽ കയറി അവിടുത്തെ മന്ത്രങ്ങളെല്ലാം സ്വീകരിച്ചു, ഒരു ദിവസം അതിനെല്ലാം ഒരു ഗുരുമന്ത്രം ഉൾപ്പെടെ എല്ലാം നിന്ദിച്ചുകൊണ്ട് അവിടുത്തെ എല്ലാം ഉപേക്ഷിക്കുക, ആ ദേവതകളെല്ലാം വെറുപ്പിച്ചുകൊണ്ട്
അതേ ശ്രീവിദ്യ ഉപാസന വേറെ മന്ത്രങ്ങൾ സ്വീകരിക്കുക. ഇതൊക്കെ 7 ജന്മത്തെ പാപത്തിന് കാരണമാക്കും. അപ്പോ നമ്മൾ ഇതെല്ലാം അഗ്നിയും സൂര്യനും സോമവുമാണ് ഈ മന്ത്രങ്ങൾ. നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന അക്ഷര ദേവതകളാണ്. ഒരു ശാപം കൊണ്ട് ഓരോ അക്ഷരങ്ങളുടെയും ദേവത തന്നെയാ വേറൊരു പരമ്പരയിൽ ചെന്നാലും നമ്മൾ സ്വീകരിക്കുക. അപ്പൊ ആ ദേവത നമുക്ക് എത്രത്തോളം അനുകൂലമാവും? ഒരു പ്രാവശ്യം നിന്ദിക്കുക, 2 പ്രാവശ്യം നിന്ദിക്കുക. അതുകൊണ്ടാണ് മന്ത്രങ്ങളെ ഒരിക്കലും നമ്മൾ തെറ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷഡ്കർമ്മ സാധന ചെയ്യുന്ന വേളയില് അഗ്നി സൂര്യ സോമ വർണ്ണങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ്. അതുപോലെ തന്നെ അവയുടെ ആ ഒരു പഞ്ചഭൂതാത്മകവും. അപ്പൊ വർണ്ണങ്ങളുടെ സങ്കലനം കൊണ്ടുണ്ടാകുന്ന ശബ്ദം, വർണ്ണങ്ങളുടെ നിറം, തരംഗ ദൈർഘ്യം ഇവയെല്ലാം തന്നെ സങ്കലനത്തിൽ നിന്ന് അപാര ശക്തിയാണ് ആവിർഭവിക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രത്തിന്റെ ശക്തി. അത് നമ്മുടെ ഉള്ളിലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന എനർജിയെ ആക്ടിവേറ്റ് ചെയ്ത് അഗ്നിയാണത്. ഓരോ ശബ്ദവും ആ തരംഗങ്ങളിലൂടെ മന്ത്രദേവതയെ ആവിർഭവിപ്പിക്കുക ചെയ്യുന്നത്. ഈ അപാര ശക്തിയാണ് മന്ത്രശക്തിക്ക് ആധാരം. മന്ത്രത്തിന് ശക്തി ഉണ്ട് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അതായത് മന്ത്രാക്ഷരങ്ങളല്ല, ആ ഒരു പ്രത്യേക സങ്കലനം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രചണ്ഡ ശക്തി, അതിനെയാണ് നമ്മൾ മന്ത്രശക്തി എന്ന് പറയുന്നത്. അപ്പൊ നാദമാണത്. മന്ത്രത്തിന്റെ ശക്തി അക്കാരണം കൊണ്ട് മന്ത്രം ഉച്ചരിക്കുന്നത് എപ്പോഴും സ്വരാന്വിതമായിരിക്കണം. ആ സ്വരങ്ങളെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു വേണം പോകാനായിട്ട്. അപ്പൊ നമഃശിവായ ഒരു പഞ്ചാക്ഷരിയാണെന്ന് വെക്കൂ, നമ ശിവായ. അത് പറയുമ്പോഴും വ്യക്തമായിട്ട് നമ ശിവായ എന്ന് തന്നെ പറയണം. ഈ പഞ്ചാക്ഷരത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ വർണ്ണത്തിനും അതിൻ്റെതായിട്ടുള്ള നിറമുണ്ട്, തരംഗ ദൈർഘ്യമുണ്ട്, പ്രകമ്പന ശേഷിയുണ്ട്. അപ്പം പ്രത്യേകം കാണപ്പെടുന്നെങ്കിലും അവയുടെ മേളനം കൊണ്ട് ശരിയായിട്ടുള്ള അതിന് ശബ്ദ അതീതമായിട്ട് പോകാനുള്ള ഒരു ശക്തിയുണ്ട്. അപ്പൊ പഞ്ചാക്ഷരം ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോഴൊരു ശക്തി വിശേഷം ആവിർഭവിക്കുക നമ്മുടെ ഉള്ളില്. അത് അപാരമായിട്ടുള്ള മാറ്റങ്ങള്, പഞ്ചഭൂതങ്ങളെയാണ് പഞ്ചാക്ഷരി റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മൾ കണ്ടു. അപ്പോ ഈ ഓരോ ദേവതമാരും ഓരോ മന്ത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏത് ദേവതയാണോ അവര് കണ്ടിട്ട് പശ്യന്തി തലത്തിൽ കണ്ടിട്ട് ഈ മന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചുള്ള ദേവത നമ്മുടെ പരമ്പരയിലൂടെ നമ്മുടെ ഗുരുക്കന്മാര് പുരസ്ചരണം ചെയ്ത് മന്ത്രസിദ്ധി കൈവരിച്ചതാണ്. അപ്പൊ ആ കൈവരിച്ചത് നമുക്ക് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് ആവിർഭൂതമാവും. അപ്പൊ ഈ എന്താ പറയാ, മന്ത്രങ്ങള് അത്രയും മന്ത്രദേവതകളുണ്ട്. ഈ മന്ത്രങ്ങൾക്കെല്ലാം ഒരു മന്ത്രത്തിന് പോലും അതിദേവത ഇല്ലാതെ ഇല്ല. എല്ലാത്തിനും കൊണ്ട് ഈ 51 അക്ഷരങ്ങൾക്ക് പോലും അതിദേവതമാരുണ്ട്. അപ്പൊ ഋഷിമാരാണ് ഈ മന്ത്ര ദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രത്തിന്റെ ഈ തരംഗ ദൈർഘ്യം, അതിന്റെ പ്രകമ്പന ശേഷി എന്നിവയെ അനുഭവിച്ചറിഞ്ഞ് തപസ്സിലൂടെ പ്രത്യക്ഷമാക്കി മന്ത്രദേവതയെ നേരിൽ ദർശിച്ചവരാണ് ഋഷികള്. കാരണം ഈ ഒരു മന്ത്രത്തെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ദേവതയുടെ അനുഗ്രഹം വേണം, എന്നാലേ നമുക്കത് ജപിച്ചത് കൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. ഞാൻ ഇന്ന കാര്യത്തിന് ഇന്ന ദേവത, ഞാൻ ഇന്ന ശക്തി എനിക്കുണ്ട്, ഇന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഈ മന്ത്രങ്ങളെല്ലാം തന്നെ ഒരു അറ്റോമിക് റിയാക്ടർ പോലെയാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അഥർവവേദത്തിലെ ചില അഥർവവേദത്തിലുള്ളതാണ് ശ്രീവിദ്യാ മന്ത്രം. ഞാൻ പറയുന്ന ചില മന്ത്രങ്ങള് വളരെ നമ്മൾ താഴ്ന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ആ മന്ത്രദേവതയെ ഒരിക്കലും നമ്മൾ സാത്വികമായിട്ടുള്ള കാര്യത്തിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ എത്ര മന്ത്രങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിനി ഈ ഒരു എന്താ പറയുക, ലളിതാ സഹസ്രനാമം കാണുമ്പോൾ ദേവിയുടെ തന്നെ പല സ്വരൂപങ്ങളില് ഭൈരവി, ഇപ്പൊ ഭൈരവിയുടെ ഉപാസന, അതില് ത്രിപുര ബാല, ത്രിപുര സുന്ദരി, ത്രിപുര ഭൈരവി, മൂന്നും ഒരാള് പല പ്രായത്തിലുള്ളത്. 3, 6, 9, 15 വയസ്സുള്ള കുട്ടിയായിട്ടും 32 വയസ്സുള്ള ആ ഒരു പ്രൗഢഭാവത്തിലും ഒരാള് തന്നെ 3 തലത്തിൽ. അപ്പൊ ഇതിന് 3 തലത്തിലുള്ള മന്ത്രമാണ്. ഈ ഭൈരവി എന്ന് പറയുന്ന ദേവിയുടെ ത്രിപുര സുന്ദരിയെ അല്ല ഭൈരവിയായിട്ടിരിക്കുമ്പോ, കാരണം അക്ഷരസ്വരൂപമായിട്ടിരിക്കുന്ന 8 തലയോട്ടി ധരിച്ചതാണ് ഭൈരവി. ഭൈരവി വളരെ ഫ്യോസ് ആയിട്ടിരിക്കുന്ന രക്തം, ആ ഇപ്പൊ മുറിച്ച ശിരസിൽ നിന്ന് രക്തം ഇങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുന്ന മാലയിട്ട് 8 അക്ഷരം, 8 ഈ പറഞ്ഞ നമ്മുടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാകുന്ന 8 കവർഗം ടവർഗം തുടങ്ങിയ ആ ഒരു 8 മാലകളിട്ട് രക്തം ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാവത്തിലിരിക്കുന്ന ഭൈരവി. എന്താ അത് കാണിക്കുന്ന? ദേവി സംഹാരത്തെ കാണിക്കുകയാണ്. അങ്ങനെ ഇതിന് ഓരോന്നിനും ത്രിപുര സുന്ദരി സൃഷ്ടിയെ കാണിക്കുന്നു. അപ്പൊ ദേവിയുടെ ഈ പല മുഖങ്ങള് എന്തുകൊണ്ടും നമ്മള് കുറച്ച് എന്താ പറയാ ഒരു ഭയം തോന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭയം ലയത്തെ കാണിക്കുന്നു. ഇതെല്ലാം സിംബോളിക് ആണ്, അല്ലാതെ ദേവിയുടെ കഴുത്തിൽ എന്താ പറയാ രക്തം വീണ മാല അങ്ങനെയൊന്നും അല്ല അർത്ഥം. ദേവിയുടെ സ്തന്യം എന്ന് പറയുന്നത് പോഷിപ്പിക്കുന്നു. അപ്പൊ ത്രിപുര സുന്ദരി.
അപ്പൊ ഭൈരവിയായിട്ട് രക്തം എന്ന് പറഞ്ഞാൽ തന്നില് താൻ ഉണ്ടാക്കിയ സൃഷ്ട പ്രപഞ്ചത്തെ തിരിച്ച് ലയിപ്പിക്കുന്ന ശക്തി. ബാല കൊച്ചുകുട്ടിയുടെ സ്വരൂപം. അപ്പൊ ഇതെല്ലാം തന്നെ ഈ വിവിധ മന്ത്രദ്രഷ്ടാക്കള് വിവിധ കാര്യത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രദേവതകളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവര് ആ ഒരു തപശക്തി കൊണ്ട് ഈ ദേവതയെ പ്രത്യക്ഷപ്പെടുത്തി അവരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ മന്ത്രം ജപിക്കാനായിട്ട് ദേവന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദേവതയുടെ ഭാവം അനുസരിച്ച് മന്ത്രവും മന്ത്രത്തിന്റെ വർണ്ണങ്ങൾക്കനുസരിച്ച് ദേവതാ ഭാവവും നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇതിന്റെ എത്ര പ്രാവശ്യം ഇത് അനുഭവം എങ്ങനെ വരും? ഇത് എത്ര പ്രാവശ്യം ജപിക്കണം, മന്ത്രസിദ്ധിക്ക് ഇത്ര മന്ത്രം എത്ര പ്രാവശ്യം ജപിക്കണം എന്നൊക്കെ ഒരു പരമ്പരയുടെ നിർദ്ദേശം ഉണ്ടാവും. അതനുസരിച്ച് ജപിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ദേവതയുടെ അനുഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ശാസ്ത്രത്തിന്റെ അതിനിഗൂഢമായ ശക്തിതലത്തിൽ വർത്തിക്കുന്നവയാണ് മന്ത്രങ്ങൾ. അതൊരിക്കലും നമുക്ക് പുറത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതിനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഏകാദശ രുദ്രന്മാര് അല്ലെങ്കിൽ ദ്വാദശാദിത്യന്മാര്, അഷ്ടവസുക്കള്, അശ്വനി ദേവതകള്, ഈ 33 അടിസ്ഥാന ദേവതകളാണ് നമുക്ക് കാണുന്നത്. ഇവയാണ് നമ്മള് പിതൃലോകം എന്ന് പറയുന്നത്, പിതൃക്കൾ. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന മരിച്ചു പോയവരെയാണ്. മരിച്ചു പോയവരല്ല പിതൃക്കള്. ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശക്തികള്, അതിനിഗൂഢമായിരിക്കുന്ന പ്രപഞ്ചത്തെ ചൈതന്യവത്താക്കിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ കാലസ്വരൂപമായിരിക്കുന്ന സൂര്യനും ചന്ദ്രനും, ഏകാദശ രുദ്രന്മാര്, ദ്വാദശാദിത്യന്മാര്, അഷ്ടവസുക്കള്, ഈ മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ കാറ്റ്, പഞ്ചഭൂതങ്ങളെ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന 33 ദേവതകൾക്ക് അധിഷ്ഠാന ദേവത, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ 33 ദേവതമാരിൽ നിന്നാണ് 33 കോടി ദേവതകൾ ആവിർഭവിച്ചു എന്ന് തന്ത്രശാസ്ത്രം പറയുന്നത്. ഈ 33 കോടി മന്ത്രങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തില്. ഓരോ ദേവതയ്ക്കും അതിൻ്റെതായിട്ടുള്ള മന്ത്രമുണ്ട്. ഈ മന്ത്രം എന്ന് പറയുമ്പോൾ ഒരു ദേവത ആവിർഭൂതമാവാൻ കാരണമാകുന്ന ശബ്ദ തരംഗം എന്നർത്ഥം. അത് വളരെ എന്താ പറയാ, വളരെ രഹസ്യാത്മകമാണ്, അത് നിഗൂഢതലമാണ്. കാരണം അത് സൂക്ഷ്മ ശരീരത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്ഥൂല ശരീരത്തിൽ മന്ത്രത്തെ കാണാൻ പറ്റില്ല, മന്ത്രദേവതയെ പറ്റില്ല. ഈ മന്ത്രദേവതയെ ജപത്തിലൂടെ നമുക്ക് പ്രത്യക്ഷമാക്കാൻ പാകേ പറ്റുള്ളൂ. കാരണം ഇതില് വളരെ ഈ വടുക ഭൈരവൻ എന്ന് പറഞ്ഞ ശിവന്റെ ഒരു ഭാവമുണ്ട്, വളരെ വിശേഷപ്പെട്ട ഭാവമാണ്. ഈ ത്രിപുര ഭൈരവി അല്ലെങ്കിൽ ത്രിപുര സുന്ദരി, ത്രിപുര ഭൈരവിയുടെ എന്താ പറയാ, ത്രിപുര ഭൈരവിയുടെ കൂടെയുള്ള ആ ഒരു 8 ശക്തികള്, അതിൽ 6 എണ്ണം വളരെ പ്രധാനമാണ്. അവരെയാണ് നമ്മള് വടുക ഭൈരവൻ, അതായത് വടുക ഭൈരവൻ എന്ന് പറഞ്ഞാൽ വളരെ വടുവായിരിക്കുന്ന, ചെറുതായിരിക്കുന്ന ശിവൻ എന്നർത്ഥം. അതിനെ നമ്മുടെ കേരളത്തില് ഈ വടുക ഭൈരവനെ കുട്ടിച്ചാത്തൻ എന്നാ പറയുന്നത്. നമുക്ക് കുട്ടിച്ചാത്തൻ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഭയ. കാരണം കുട്ടിച്ചാത്തനെ നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾക്ക് മന്ത്രശാസ്ത്രം ഉപയോഗിച്ച് ഈ പറഞ്ഞ മന്ത്രമൂർത്തിയായിട്ട് മാറ്റി. അത് വളരെ രസമാണ്, കാരണം അത് ശിവൻ തന്നെയാണ്, ശിവന്റെ ഒരു ഭാവമാണ്. ശരിക്കും വടുക ഭൈരവനെയാണ് കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ് പഞ്ചഭൂതങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള 5 ഭൈരവന്മാരുണ്ട്. അതിന് തന്ത്രശാസ്ത്രത്തിൽ നമ്മൾ വാരാഹി പൂജയൊക്കെ നടത്തുമ്പോൾ ഭൈരവനെ കുറിച്ച് മനസ്സിലാക്കാം. ഇതെല്ലാം ശിവഭാവമാണ്. അപ്പൊ ഇതിനകത്ത് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ശക്തിയെ നമ്മളെ എന്ത് ആവശ്യത്തിന് ആരുപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചും. കാരണം ഇതെല്ലാം ശക്തി തരംഗങ്ങളാണ്. ഇതിൽ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ദേവത ഞാൻ പറയാൻ കാരണം, ജപിച്ച് കാണാൻ പറ്റുന്ന ഒരു ദേവതയാണ് ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന വടുക ഭൈരവൻ. നോർത്ത് ഇന്ത്യയിലൊക്കെ കാശ്മീർ ശൈവിഷത്തില് ദേവിയെ പറഞ്ഞ പോലെ ആദ്യം കൊടുക്കുന്ന മന്ത്രം ഈ പറഞ്ഞ ഗണപതിയും വടുക ഭൈരവനുമാണ്. വടുക ഭൈരവൻ ശിവൻ തന്നെയാണ്. അപ്പൊ അതിനെ കേരളത്തിലെ സമ്പ്രദായത്തിൽ വന്നപ്പോൾ അതിനെ വേറെ പേര് കൊടുത്ത് അതിനെ കള്ളും ഇതുമൊക്കെ കൊടുത്ത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് മനുഷ്യരുടെ ഉള്ളില് ഭയം ഉണ്ടാക്കി. വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ശ്മശാന വൈരാഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു ശിവനാണ് വടുക ഭൈരവൻ. പെട്ടെന്ന് നേരിട്ട് കാണാൻ പറ്റും. പഞ്ചഭൂതങ്ങളിലും പഞ്ചഭൂതത്തിന്റെ സ്വരൂപത്തില് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ 5 തലത്തിലും വടുക ഭൈരവന്മാരുണ്ട്. വളരെ പെട്ടെന്ന് മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടുത്താൻ പറ്റുന്ന ദൈവങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് ആളുകള് മന്ത്രസ്വരൂപമായിട്ട് അതിനെ കെട്ടിവെച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഇവരൊന്നും പ്രത്യക്ഷപ്പെടാത്തത്. പിന്നെ എപ്പോഴും സത്കർമ്മങ്ങൾക്ക് മാത്രമേ ഈ ഒരു മന്ത്രങ്ങൾ ഉപയോഗിക്കാവൂ എന്നർത്ഥം. അപ്പോ ഈ ഒരു സൂക്ഷ്മാർത്ഥം, അതായത് ഈ 33 കോടി മന്ത്രങ്ങളാണ് പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഈ ഗുരു സമ്പ്രദായത്തിൽ വരുന്ന അവരവരുടെ ഗുരുവിന്റെ സമ്പ്രദായം എന്നിവയിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നാൽ മാത്രമേ മന്ത്രസിദ്ധി കിട്ടുള്ളൂ. അപ്പൊ ശൈവ, ശാക്തേയ, വൈഷ്ണവ,
സൗര ഗാണപത്യാദി തന്ത്രങ്ങൾക്ക് അനുസരണമായിട്ട് അനേകം സമ്പ്രദായങ്ങളുണ്ട്. സമ്പ്രദായങ്ങൾക്ക് അനുസരിച്ച് ഗുരുപരമ്പരകളുണ്ട്. പരമ്പരയ്ക്ക് അനുസരിച്ചുള്ള ദീക്ഷാവിധികളുണ്ട്. പുരസ്ചരണ ക്രമമുണ്ട്. ഉപാസന രീതികൾ, ഇതെല്ലാം നിലവിലുണ്ട്. അപ്പൊ ഏത് സമ്പ്രദായമാണ്, ഏത് ഗുരുപരമ്പരയാണ് സ്വീകരിക്കുന്നത്, അതിൽ ഏത് ഗുരുവിനെയാണ് നമ്മൾ ഗുരുവായിട്ട് വരിക്കേണ്ടത്, ഈ കാര്യങ്ങൾ നമ്മൾ സ്വയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ഗുരുപരമ്പരയിലും അതില് താൻ സ്വീകരിക്കുന്ന ഗുരുവിലെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിക്കണം. അവയെ ഒരിക്കലും സംശയ ദൃഷ്ടിയോടുകൂടി നോക്കി കാണരുത്. തന്റെ ധനം, ശരീരം, മനസ്സ് എന്നിവ പൂർണ്ണമായിട്ട് ഗുരുവിന് അർപ്പിക്കണം. ഗുരു ഉപദേശിക്കുന്ന മന്ത്രം ഏത്, അതുമായിട്ട് ആയിക്കോട്ടെ എന്ന് ഗുരുമുഖത്ത് നിന്നുമാണ് ലഭിച്ചത് എന്നുള്ള ആ ഒരു വിശിഷ്യ തന്ത്രത്തില് നിലനിൽക്കുന്നുണ്ട്. കാരണം നേരിട്ട് കിട്ടുന്ന ഗുരു ഉപദേശിക്കുന്ന മന്ത്രത്തെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി സ്വീകരിച്ച് പുരസ്ചരണ വിധി പ്രകാരം മന്ത്രസാധന ചെയ്താൽ മന്ത്രം തീർച്ചയായിട്ടും സിദ്ധമാകും. സംശയമില്ല. ഇങ്ങനെ നമുക്ക് സിദ്ധമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗുരു സമ്പ്രദായ പ്രകാരം സാമാന്യ ജനങ്ങൾക്ക് അരോചകമായി തോന്നാവുന്ന പല അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നാൽ പോലും അത് ഭക്തിവിശ്വാസത്തോടുകൂടി അനുഷ്ഠിക്കുക. അവിശ്വാസം മന്ത്രസിദ്ധിക്ക് തടസ്സമായിട്ട് നിൽക്കും. കാരണം ഇതിലെ എല്ലാം നമ്മൾ എന്തിലാ നിലനിൽക്കുന്നത്? ഒരു പരസ്പര വിശ്വാസം. ഇപ്പൊ ഗുരുവിലും ഗുരു സമ്പ്രദായത്തിലും ദീക്ഷാ മന്ത്രത്തിലും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നാല് ഗുരുകൃപ കൊണ്ട് മന്ത്രം വേഗം സിദ്ധമായി വരും. അത് എന്ത് സംഭവിച്ചാലും നമ്മൾ ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ് പ്രമാണങ്ങള്. എല്ലാം വിശ്വാസമാണ്. ഏത് ബന്ധവും നമുക്ക് എന്താ, എല്ലാം നമുക്ക് പറയുന്നു, കേൾക്കുന്നു, പ്രവർത്തിക്കുന്നു, എല്ലാം ശരി. ഇതെല്ലാം എന്തിന്റെ കാര്യത്തിലാണ്? നമുക്ക് എന്തെങ്കിലും ഒരു ലബോറട്ടറി കൊണ്ടുപോയി തെളിയിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ എല്ലാം ഈ പ്രപഞ്ചം പോലും ഒരു ശക്തി, അതിനൊരു നിയാമക ശക്തി ഉണ്ട്. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് പ്രമാണങ്ങള്. താൻ വിശ്വസിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഗുരു ഉപദിഷ്ടങ്ങളായിരിക്കുന്ന പ്രമാണങ്ങള്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് എന്നിവ ഒരുപക്ഷെ സാമാന്യ ജനങ്ങൾക്കോ സാമൂഹിക ആചാര വിശ്വാസങ്ങൾക്കോ നീതിക്കോ യോജിച്ചതാകണമെന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഒരു പരമ്പരയെ നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മുമ്പേ പോയ ഗുരുക്കന്മാര് നിർദ്ദേശിച്ച ഒരു പ്രത്യേക വഴിയുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് വിമർശിക്കാനോ അത് നല്ലതാണ്, ചീത്തയാണ്, കഠിനമാണ്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇത് ഇത് രഹസ്യാത്മകങ്ങളാണ്. ഇത് ഒരിക്കലും പരസ്യമാക്കാൻ പാടില്ല. അപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ ഗുരു ഉപദേശിക്കുന്ന അനുസരിച്ച് വരുന്നതായിട്ടുള്ള ഒരു പ്രമാണങ്ങൾക്കായിരിക്കണം നമ്മൾ പ്രസക്തി കൊടുക്കേണ്ടത്. അവിടെ സംശയത്തിന്റെ ഒരു അംശം പോലും കടന്നുകൂടാൻ പാടില്ല. ലോകർ തന്നെ നിന്ദിക്കുമോ എന്ന സംശയം പോലും ഉണ്ടാകരുത്. ചിലർക്ക് ഗുരുമന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ശിരസിൽ 2 കൈകളും വെക്കുന്നത് കുറച്ച് മോശം പോലെ തോന്നും. ഞാൻ നേരിട്ട് കേട്ടാണ്, ഗുരുജി പണ്ട് പറയാറുണ്ട്. ചിലര് ഒരുപാട് പൈസയും അവരെന്തോ വലിയ ആളുകളാണ്. ഇപ്പൊ ഗുരുമന്ത്രം ജപിക്കുമ്പോൾ ഒരിക്കലും ശിരസിൽ കൈവയ്ക്കില്ല. കാരണം ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും? അപ്പൊ ഗുരുജി അപ്പൊ തന്നെ അവരെ ആ പരമ്പരയെ ഇറക്കി വിട്ടു എന്ന് പറയാറുണ്ട്. കാരണം ഗുരുമന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശിവനെയും ശക്തിയും, അത് വലത് കൈയും ഇടത് കൈയും മൂർധാവിൽ, അതായത് ശിരസില് ആ ഒരു ഗുരുമണ്ഡലത്തെ വന്ദിക്കുക എന്നാണ് അർത്ഥം. അത് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ളവർ കണ്ടാൽ നാണക്കേടായിട്ടുള്ളവര് ആ ഗുരുമന്ത്രത്തെ പോലും നിന്ദിക്കുകയാണ്. അപ്പൊ പിന്നെ അവർക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പല സംശയങ്ങളും നമുക്ക് അതിനകത്ത് വന്നുകൂടും. അങ്ങനത്തെ സംശയങ്ങളൊന്നും ഉപാസനയിൽ പാടില്ല. ആ പാരമ്പര്യം അനുസരിച്ച്, പാരമ്പര്യ രീതിക്കനുസരിച്ച് ഗുരു അനുഷ്ഠിച്ചു വരുന്ന വിശ്വാസ പ്രമാണങ്ങള് തീർത്തും മുക്തി സാധനയാണ്. ഇതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം നമുക്ക് ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ നിന്നൊന്നും കിട്ടുകയല്ല, മുക്തിയാണ്. ആ ഒരു പൂർണ്ണ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ചതുർവിധ പുരുഷാർത്ഥങ്ങളും ഗുരു തരും എന്ന ഉറപ്പ് പ്രമാണങ്ങളിലെ വിശ്വാസമാണ്. കാരണം ഉപാസകന്റെ കൈമുതലായിരിക്കേണ്ടത് എന്താ? ഈ പ്രമാണങ്ങളാണ്. അപ്പൊ ഇതില് അല്പമെങ്കിലും അവിശ്വാസം ഉണ്ടായാൽ അത് ഗുരുനിന്ദയ്ക്ക് സമാനമാണ്. അപ്പൊ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ വളരെ വളരെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ, ഭക്തിയോടെ വേണം നമ്മളത് ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് അഗസ്ത്യന്റെ അടുത്ത് പറയുന്നു, അല്ലയോ അഗസ്ത്യ, ഈ ഒരു സുനിശ്ചിതമായിട്ടുള്ള അഭിപ്രായം, ദത്താത്രേയൻ പറയുകയാണ്, ഈ അഭിപ്രായം താന്ത്രികമായിട്ടോ വൈദികമായിട്ടുള്ള കർമ്മങ്ങളില് ഒരിക്കലും സംശയം പാടില്ല. അപ്രകാരം സംശയം ഉദിക്കുകയാണെങ്കിൽ കർമ്മത്തിന് ഫലസിദ്ധി ഉണ്ടാവില്ല. ഇതെനിക്ക് ഫലം കിട്ടുമോ കിട്ടില്ലയോ എന്ന് വിചാരിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നെങ്കിൽ ഫലം കിട്ടില്ല എന്ന് പറയണു. അപ്പൊ ഗുരുവിനാൽ ദീക്ഷാ സമ്പ്രദായം അനുസരിച്ച് ഉപദേശിച്ചതായിട്ടുള്ള മന്ത്രം, മന്ത്രദേവത, ഉപാസകൻ, ശിഷ്യൻ
ഉപാസകന്റെ പഞ്ചപ്രാണനുകൾ ഇവയുടെ ഐക്യം സംജാതമാകുമ്പോഴാണ് ആത്മ ഉത്കർഷം സംഭവിക്കുന്നത്, മന്ത്രസിദ്ധി വരുന്നത്. അപ്പൊ മന്ത്രത്തിന് രണ്ട് അവസ്ഥകളുണ്ട്. ഒന്ന് മനനമാണ്, ഒന്ന് ത്രാണനമാണ്. നമുക്കറിയാം മനനാൽ ത്രായതേ ഇതി മന്ത്രം. അപ്പൊ ആദ്യം മനനം ചെയ്ത് മന്ത്രത്തെ വശം ആക്കണം. എന്താണ് ഈ മന്ത്രം? ഇതിന്റെ അധിഷ്ഠാന ദേവത എന്താണ്? ഇതിന് എത്ര മാത്രകളുണ്ട്? ഇതിനെ എങ്ങനെ ജപിക്കണം? ഇതാണ് മനനം. അപ്പൊ ഈ മന്ത്രത്തെ നമ്മൾ മനനം ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആ മന്ത്രത്തെ മനസ്സിലാക്കി ജപിക്കുമ്പോൾ പിന്നെ ഈ മന്ത്രം നമ്മളെ ത്രാണനം ചെയ്യും, രക്ഷിക്കും. അതായത് ഉപാസകനെ ജനന മരണാദി ദുഃഖങ്ങളിൽ നിന്ന് കരകയറ്റി മുക്തനാക്കുന്ന ഒരേ ഒരു അവലംബമാണ് മന്ത്രം. അപ്പൊ ഉപാസകന്റെ സകല പാപങ്ങൾ നശിക്കുന്നു, ശുദ്ധ അന്തരാത്മാവായിട്ട് തീരുന്നു, ആത്മോത്കർഷം സംഭവിക്കുന്നു. അപ്പോ മന്ത്രം മനനം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ദൈവിക തേജസ്, നമ്മൾ ഇതുവരെ ചാരത്തില് ഒളിച്ചു കിടന്ന അഗ്നിയെ പോലെ നമ്മുടെ ശരീരത്തിൽ ഈ 51 അക്ഷരങ്ങള് ഉണ്ടായിരുന്നു. പക്ഷെ ചാരത്താൽ മൂടിക്കിടന്നത് കൊണ്ട് ഈ ജഡ ശരീരത്തിൽ അവ എന്താ പറയാ പൊതഞ്ഞു കിടക്കുകയായിരുന്നു ഈ മന്ത്രശക്തികളെല്ലാം തന്നെ. ഇപ്പൊ എന്തായി? ആ മന്ത്രത്തെ നമ്മൾ പതുക്കെ പതുക്കെ ഈ വെളിയിലോട്ട് കനൽക്കട്ട പോലെ ചാരത്തെ മാറ്റി മന്ത്രശക്തികളെ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ ഒരു ദിവ്യമായിരിക്കുന്ന തേജസ് മന്ത്രം ജപിക്കുന്ന വ്യക്തിക്കുണ്ടാകും. അപ്പൊ ഉപാസകന്റെ സകല ദുഃഖങ്ങളും അകറ്റും. അത് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ പ്രദാനം ചെയ്യും. അതിന് മനസ്സിന് നിശ്ചലത കൈവരണം, ഗുരുഭക്തി ഉണ്ടായിരിക്കണം, ദേവതാ പൂജ വേണം, ഹോമം അനുഷ്ഠിക്കണം, ഗുരുവിനെ സാക്ഷാൽ ശിവനായി കാണണം, ഗുരുവിന് അനിഷ്ടമായിട്ടുള്ളതൊന്നും ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്, ഗുരുവിനെ മനുഷ്യനായി കാണുകയും മന്ത്രം വെറും അക്ഷരങ്ങളാണെന്ന് ഗണിക്കുകയും ഭഗവത് പ്രതിരൂപമായിട്ടുള്ള വിഗ്രഹങ്ങളെ വെറും ശിലയായിട്ട് ചിന്തിക്കുകയും ആരാണോ അവന് നരകത്തെ പ്രാപിക്കും. ഇപ്പൊ ഈശ്വര സാക്ഷാത്കാരം പ്രാപ്തമാക്കാൻ ശക്തമായിട്ടുള്ളതാണ് മന്ത്രങ്ങൾ. മന്ത്രം എന്ന് പറയുന്നത് ഒരു തോണിയാണ്. നമുക്ക് അക്കരെ കടക്കണം, ഈ സംസാര സമുദ്രത്തിന്റെ അക്കരെ. നമ്മള് സ്ഥൂലതയിൽ നിന്ന് നമ്മൾ സൂക്ഷ്മത്തിലോട്ട് പോവാൻ തരണം ചെയ്യിക്കുന്നവളായ താര, ദേവിയുടെ താരയുടെ സ്വരൂപം പോലെ നമ്മളെ ഈ ഒരു പ്രപഞ്ച ദുഃഖങ്ങളിൽ നിന്ന് മറുകര എത്തിക്കുന്ന ഒരേ ഒരു തോണിയാണ് മന്ത്രം. അപ്പൊ മന്ത്രാക്ഷരങ്ങളില് മന്ത്രദേവതയുടെ ചൈതന്യം അടങ്ങിയിരിക്കുകയാണ്. ഓരോ മന്ത്രവും ഉപാസിച്ച്, അതായത് മന്ത്രദേവതകളെ പ്രത്യക്ഷമാക്കി ദർശിച്ച ഋഷിമാരെ നമ്മൾ വന്ദിക്കണം. അതുകൊണ്ടാണ് ഋഷിഭ്യോ നമ എന്ന് നമ്മൾ തുടങ്ങുമ്പോൾ പറയുന്നത്. രാവിലെ കുളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് തർപ്പണങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം ഉപാസകർക്കെല്ലാം ആ ഒരു തർപ്പണം കൊണ്ട് തൃപ്തിയാവുന്നവരാണ്. അവർക്ക് വലിയ പൂജാദികളോ ഹോമാദികളോ വേറെ എന്താ പറയാ ഒരു ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളോ ഒന്നും കൊടുക്കണ്ട. നമ്മളെ സഹായിക്കുന്നവരെ നമുക്കൊന്ന് സ്മരിക്കുക. അത് രാവിലെ എണീക്കുമ്പോൾ ഒരു ചെറിയ തർപ്പണം അവർക്ക് കൊടുത്താൽ, നമ്മള് കുളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം, ഇഷ്ടദേവതയ്ക്ക് ചെയ്യാം, പിതൃക്കൾക്ക് ചെയ്യാം, സർവ്വദേവതാഭ്യോ പിതൃഭ്യോ സർവ ഋഷിഭ്യോ നമ എന്ന് പറഞ്ഞ് ഒരു തുള്ളി വെള്ളം 3 പ്രാവശ്യം ഒഴിച്ചാൽ അത് മതി അവർക്ക് വേറെ ഒന്നും വേണ്ട. കാരണം സാധകന്റെ സ്മരണയാണ് ഏറ്റവും വലുത്. അവിടെ ഒരു ജലത്തിലൂടെ അവരെ നമ്മൾ സ്മരിക്കുകയാണ്. അപ്പോ ഈ ഇത്രയും കഷ്ടപ്പെട്ടാണ് അവർ ഈ മന്ത്രദേവതമാരെ അനേക ജന്മങ്ങള് തപസ് ചെയ്ത് കോടാനുകോടി മന്ത്രങ്ങളെ ഉരുക്കഴിച്ച് മന്ത്രസിദ്ധി വരുത്തിയതിന് ശേഷമാണ് മന്ത്രദേവത പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അവര് ചെയ്ത എഫേർട്ടിന്, അവര് നമുക്ക് തന്ന മന്ത്രത്തെ നമ്മൾ അവരെ ഒന്ന് സ്മരിക്കാതെ ചെയ്താൽ, അതുകൊണ്ടാണ് ഗുരുവിന്റെ പ്രാധാന്യം. അവിടെ ഗുരു ഛന്ദസ്, ഗുരു ഛന്ദസ് ദേവത ഏത് മന്ത്രത്തിനും പ്രാധാന്യമുണ്ട്. അപ്പൊ അവരെ ഒന്ന് സ്മരിക്കുക. കാരണം മന്ത്രാക്ഷരങ്ങളിലെല്ലാം മന്ത്രദേവതയുടെ ചൈതന്യമുണ്ട്. അപ്പൊ ഈ മന്ത്രദേവതയെ എന്താ പറയാ, ആ ഒരു മന്ത്രം നിശ്ചിത അളവില് നിശ്ചിത ആവർത്തി ജപിച്ചു കഴിയുമ്പോൾ ആ മന്ത്രത്തിൽ നിന്നും ഉളവാകുന്ന മന്ത്രശക്തി തരംഗങ്ങളായിട്ട് സഞ്ചരിച്ച് മന്ത്രദേവതയെ തട്ടി ഉണർത്തും ഓരോ ഉപാസകന്റെയും ശരീരത്തില്. ഈ നിശ്ചിത മുഹൂർത്തം എത്തുന്നതിന് മന്ത്രം, മന്ത്രദേവത, ഗുരു, ഉപാസകൻ, ഉപാസകന്റെ പഞ്ചപ്രാണനുകള് ഇവ ഒരേ രേഖയിൽ വരണം. ഒരേ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ മന്ത്രദേവത ശരീരത്തിൽ ഉണരും. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് തപസ്സെന്ന് പറയാം, ഉപാസകന്റെ തപശക്തി എന്ന് പറയാം. അത് ഉത്തേജിക്കപ്പെട്ടതായിട്ടുള്ള മന്ത്രദേവത ഉപാസകന്റെ അന്തർമണ്ഡലത്തിൽ നിന്നും പ്രപഞ്ചതലത്തിലെത്തി നഗ്നദൃഷ്ടിക്ക് ഗോചരമായിട്ട് ഭവിക്കും. അതായത് നമ്മുടെ ഈ ഒരു ഉപാസദേവതയെ നമ്മൾ പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കും, കാണാൻ സാധിക്കും. കാരണം എപ്പോഴാ ഈ മന്ത്രദേവതയും മന്ത്രവും ഗുരുവും ഉപാസകന്റെ പഞ്ചപ്രാണനുകളും ഒരു നേർരേഖയിൽ വരുമ്പോൾ ഈ നമ്മുടെ നഗ്ന നേത്രങ്ങളുണ്ട്. ചില ഉപാസകർക്ക് സംശയമുണ്ട്, ഈശ്വരനെ കാണാൻ പറ്റുമോ, ദേവിയെ കാണണം, എനിക്ക് എന്റെ കണ്ണുകളെ കൊണ്ട് കാണണം. ഇവർക്കിടെ ഉത്തരാണിത്.
കാണാൻ പറ്റും. എങ്ങനെ? ഈ ഒരു മന്ത്രസിദ്ധി കൈവരണം വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ അന്തർമണ്ഡലത്തിലുള്ള ദേവത നമ്മുടെ മുമ്പിൽ വന്ന് നമ്മുടെ നഗ്നന് ശങ്കരാചാര്യര് കണ്ടിട്ടുണ്ട്. എത്രയോ ഉപാസകന്മാര് ദേവിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവര് അത്രയ്ക്കും ഉയർന്ന സാധകരായിരുന്നു. അപ്പൊ അന്തർമണ്ഡലത്തിലിരിക്കുന്ന ദേവത നഗ്ന ദൃഷ്ടിക്ക് ഗോചരമാവണമെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രത്യക്ഷം എന്ന് പറയുന്നത്. പ്രത്യക്ഷമായിട്ട് പ്രകടീകൃതമാവും മന്ത്രദേവത. കാരണം അതിന് ഒരുപാട് സിദ്ധിവിശേഷങ്ങളുണ്ട്. കാരണം നമ്മൾ ഏകാന്തമായിരുന്ന് സദാ ദേവതയെ ധ്യാനിച്ച് ആ മന്ത്രത്തെ ജപിച്ച് ആ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടായി നമ്മുടെ ശരീരം അത്രയ്ക്കും ശുദ്ധത പ്രാപിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ദേവതയെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഗുരുവിന്റെ ആ ഒരു പരമകാരുണ്യം, ദേവതയുടെ അനുഗ്രഹം രണ്ടും ഒരേ സമയത്ത് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രത്യക്ഷമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. എല്ലാവർക്കും ആത്മാനുഭവം പരോക്ഷമായിരിക്കും, പക്ഷെ പ്രത്യക്ഷ അനുഭവം തീർച്ചയായിട്ടും മന്ത്രത്തിൽ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് അനേക വർഷങ്ങളില് നമ്മൾ കാണും, എത്രയോ ഏത് പുരാണം എടുത്താലും നമ്മൾ കാണും, അവരത്ര വർഷം തപസ് ചെയ്ത് ദേവത പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ദേവി എല്ലാവരും പ്രത്യക്ഷപ്പെടുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? അസുരന്മാര് തപസ് ചെയ്താലും ദേവന്മാര് തപസ് ചെയ്താലും തപസ് എന്ന് പറയുന്നത് ഈ മന്ത്ര തരംഗമാണ്. 24 മണിക്കൂറും അവർ ഈ മന്ത്രദേവതയെ ജപിച്ചുകൊണ്ട് ആ തരംഗം ഉണ്ടാക്കി പ്രത്യക്ഷപ്പെടുത്തുക ചെയ്യുന്നത്. അവർക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ധ്രുവൻ തപസ് ചെയ്തപ്പോഴത്തേക്ക് ഇലകൾ പോലും പാടി, പ്രപഞ്ചം മുഴുവനും അഗ്നി ചൂടുകൊണ്ട് തപിച്ചു എന്നാ. അപ്പൊ വിഷ്ണുവിന് വരാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നിർമ്മലമായ ഹൃദയത്തോടു കൂടി ആ മന്ത്ര തരംഗങ്ങളെ വീണ്ടും വീണ്ടും ഉരുക്കഴിക്കുമ്പോൾ ദേവത നഗ്ന ദൃഷ്ടിക്ക് പാത്രീഭൂതമാവുകയാണ്. ദേവതയ്ക്ക് പ്രത്യക്ഷപ്പെട്ടേ പറ്റൂ, ചോദിക്കുന്നത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഈ അസുരന്മാരെല്ലാം അവര് രജോ ഗുണമുള്ളവരാണ്. അവർക്ക് തപസ് ചെയ്യാൻ മടിയില്ല. എത്ര മണിക്കൂർ, എത്ര അവരുടെ കൈയും കാലും വെട്ടി ഹോമിച്ചാൽ പോലും അവർക്ക് കാര്യസാധ്യത്തിന് വേണ്ടി അവര് ഉപാസന കൈവിടില്ല. അവർക്ക് ശിവൻ പ്രത്യക്ഷമായിട്ടുണ്ട്. ബ്രഹ്മാവ് നമുക്കറിയാം, രാവണന്, എല്ലാ ഭണ്ഡാസുരൻ, ഇവരൊക്കെ എന്താ, ഇവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ അവര് ദേവതയെ പ്രത്യക്ഷപ്പെടുത്തി അപാരമായിട്ടുള്ള കഴിവുകൾ സമ്പാദിച്ചിട്ട് അവര് നല്ല കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുമ്പോൾ വീണ്ടും ഈ ദേവതാശക്തി തന്നെ വരേണ്ടി വരും. കാരണം അവരെ അടക്കാനായിട്ട്. അതാ ഒരു വ്യത്യാസം. അതേസമയം സത്കർമ്മങ്ങൾക്ക് മോക്ഷമാർഗത്തിനാണ് ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ പോവുകയും ചെയ്യാം. അപ്പൊ ഈ നമ്മൾ എന്ത് ചെയ്യണം? പഞ്ചപ്രാണനുകളെ അധീനമാക്കി മന്ത്രം മനനം ചെയ്യുമ്പോൾ എന്റെ രൂപത്തില്, അതായത് അവബോധം ഉണ്ടാകണം. അതുകൊണ്ടാണ് മന്ത്രം എന്ന് പറയുന്നത്. അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അനുഷ്ഠാനങ്ങളിൽ കൂടി പുരസ്ചരണം ചെയ്ത് മന്ത്രം സിദ്ധമാക്കണം. അപ്പൊ ഈ രൂപ അനുസന്ധാനത്തിൽ, അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. ഏത് മന്ത്രത്തിന്റെയും ധ്യാനമുണ്ട് നമുക്ക്. ആ ധ്യാന ദേവത എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ദേവിയെ തന്നെ ധ്യാനിക്കുമ്പോൾ 4 ധ്യാന ശ്ലോകങ്ങൾ, സിന്ദൂരാരുണ വിഗ്രഹം, അതുപോലെ ഗണപതി ധ്യാനം, അതുപോലെ ഓരോന്നിനും ധ്യാനമുണ്ട്. ആ രീതിയിൽ എങ്ങനെയാണോ ധ്യാനിക്കുന്നത് അതാണ് രൂപ അനുസന്ധാനം എന്ന് പറയുന്നത്. ബാഹ്യരൂപം എങ്ങനെ ഇരിക്കും? ചതുർഭുജങ്ങളാണോ? കയ്യിൽ എന്തൊക്കെയുണ്ട്? എങ്ങനെയാണ് ഇരിക്കുന്നത്? പത്മാസനത്തിലാണോ? ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിയതിന് ശേഷം ആ ദേവതയെ ഉപാസിക്കുമ്പോൾ അതാത് രൂപ അനുസന്ധാനത്തിൽ കൂടി മന്ത്രദേവതയുടെ ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആ അവബോധം എന്ത് ചെയ്യും? മന്ത്രദേവതയെ ഹൃദയത്തിൽ പ്രകടമാക്കും. മന്ത്രദേവതയുടെ ദർശനം ആദ്യം കിട്ടുന്നത് ഹൃത്പത്മത്തിലാണ്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും വീണ്ടും ആ വെളിയിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പോ പുരസ്ചരണത്തിന് ജപം, ധ്യാനം, അർച്ചന, ഹോമം, തർപ്പണം, അന്നദാനം ഇവയാണ് വിധിച്ചിട്ടുള്ളത്. ഇപ്രകാരമുള്ള വിധിപ്രകാരം യഥാക്രമം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഏകാഗ്ര ചിത്തത്തോടെ, അർപ്പണബോധത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, ഗുരു ദേവത ഭക്തിയോടെ മന്ത്രം ഉപാസന ചെയ്താൽ മന്ത്രദേവത സന്തുഷ്ടമാകും, നമ്മളെ അനുഗ്രഹിക്കും. അതിൽ കൂടെ ശീഘ്രം, വളരെ പെട്ടെന്ന് മന്ത്രം, ദേവത, ഗുരു, ആത്മശക്തി എന്നിവയുടെ ഏകീകരണം കൊണ്ട് സിദ്ധി പ്രാപ്തമാകുകയും മന്ത്രജപത്തിന്റെ, അതായത് ജപരൂപത്തിന്റെ ആ ഒരു ഉപാസ്തി ക്രമം നിർദ്ദേശിച്ച ശേഷം അതിനെ നമുക്ക് പൂജാരൂപമായിട്ട് മാറ്റാൻ വേണമെങ്കിൽ. ഇല്ലെങ്കിൽ ഈ ദേവതയെ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു പുരസ്ചരണം കൊണ്ട് ദേവതയുടെ ഫ്രീക്വൻസി, ദേവതയുടെ ശക്തി നമുക്ക് ഉള്ളിൽ പ്രകടമാക്കി അതിനെ അവിടെ എന്താ പറയാ, അതിനെ നമ്മളിങ്ങനെ അതിനെ പൊട്ടൻഷ്യൽ എനർജി പോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഗണപതി പുരസ്ചരണം കഴിഞ്ഞു, ആ ദേവത എപ്പോ വിളിച്ചാലും നമ്മുടെ കാര്യസാധ്യത്തിനായിട്ട് ദേവതയെ നമുക്ക് ആശ്രയിക്കാം. അതാണ് പുരസ്ചരണം. അപ്പോ ഈ ഒരു ശ്രുതിയില് വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചിദ്രൂപം, നമ്മുടെ ഉള്ളിലെ ചിദ്രൂപം അജ്ഞാനം കൊണ്ട് ആവൃതമായിരിക്കുന്നിടത്തോളം കാലം
നമ്മൾ ഇതിനെ അറിയുന്നില്ല. അതുകൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ എല്ലാ ദുഃഖങ്ങളും. നമ്മുടെ ചിദ്രൂപത്തെ അജ്ഞാനം ആവരണം ചെയ്തിരിക്കുകയാണ്, അവിദ്യ ആവരണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സകല ദുഃഖങ്ങളും ഉണ്ടാകണം. കാരണം നമ്മൾ യഥാർത്ഥ നമ്മുടെ സ്വരൂപത്തെ വിസ്മരിക്കുകയാണ്. ഈ ശരീരം ശാശ്വതമാണെന്നും ശരീരത്തിനെ പോഷിപ്പിക്കുന്നതിലും നിന്ന് ഉളവാകുന്ന ആനന്ദത്തിൽ മുഴുകി കഴിയുന്നത് കൊണ്ട് ജനം ഉപാസകര് പോലും ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ശരീര സുഖങ്ങളുടെ പുറകെയാണ് പോകുന്നത്. അപ്പൊ സകല വൈദിക ശാസ്ത്രങ്ങളും ശരീര സുഖങ്ങളെ വെടിഞ്ഞ് മുക്തിക്കായിട്ട് ശ്രമിക്കണമെന്നാണ് നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പൊ സകലവിധ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ മുക്തിക്ക് നിദാനമായിട്ടുള്ള മകാര പഞ്ചക സാധനകള് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. സകല വേദാദി ശാസ്ത്രങ്ങൾക്ക് ഈ വേദങ്ങൾ എന്ന് പറയുന്ന വേദം, ഉപനിഷത്തുകള് ഇതെല്ലാം തന്നെ ഒരു വേശ്യയെ പോലെ ആർക്കും പ്രാപിക്കാം. പക്ഷെ പഞ്ചമകാരങ്ങൾ, അതായത് മാതൃയോനി പോലെ, ഒരു അമ്മയെ പോലെ വളരെ ഗോപ്യമായിട്ട് ഗുപ്തമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. പരസ്യമാക്കിയാൽ അത് നരകമാണ് ഫലം. അപ്പോ വേദങ്ങൾ എല്ലാവർക്കും പഠിക്കാം. അവിടെ ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ ക്ഷത്രിയനെന്നോ ഇല്ല. പക്ഷെ തന്ത്രശാസ്ത്രത്തിന്, അതായത് ഈ ഗുപ്ത ശാസ്ത്രങ്ങൾക്ക് അധികാരിയുണ്ട്. ആരാണ് അത് പഠിക്കാനുള്ള അധികാരി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്ന ആഗമോക്തമെന്നും വിവേകോക്തമെന്നും രണ്ട് വിധത്തിലുണ്ട്. ഇപ്പൊ ഗ്രന്ഥങ്ങളിൽ നിന്ന് നേടുന്ന അറിവ് ശബ്ദബ്രഹ്മ സ്വരൂപവും വിവിക്തവും ആയതുകൊണ്ട് പരബ്രഹ്മജ്ഞാനം എന്ന് അറിയപ്പെടുന്നതിന് ഈ പഞ്ചമകാരങ്ങള് പരബ്രഹ്മജ്ഞാനമാണ്. കുലജ്ഞാനം എന്താ? പഞ്ചമകാര അധിഷ്ഠിതമാണ്, അതീവ ഗുഹ്യമാണ്. സർവശാസ്ത്രങ്ങളുടെ സാരങ്ങളെ മനനം ചെയ്ത് കിട്ടുന്നതാണ് കുലജ്ഞാനം. കുലം എന്ന് പറഞ്ഞാല് അവരവരുടെ ഉള്ളിലുള്ള സുഷുമ്ന നാഡി എന്നർത്ഥം. അപ്പൊ അതിനെക്കുറിച്ചുള്ള അറിവ് അത് പരാത്പരമാണ്. സാക്ഷാൽ ശിവൻ തന്നെയാണ് ഈ കുലജ്ഞാനത്തിന്റെ പ്രണേതാവ്. ആ കുലവും അകുലവുമായിരിക്കുന്ന രണ്ട് ശക്തികള് അവനവന്റെ ശരീരത്തിൽ തിരിച്ചറിയുന്നതാണ് തന്ത്രശാസ്ത്രത്തിന്റെ ലക്ഷ്യം. അപ്പൊ തനു, അവനവന്റെ ശരീരം, ആ ശരീരത്തിലിരിക്കുന്ന ആ ഗുപ്തമായിരിക്കുന്ന ശക്തികളെ തിരിച്ചറിയുന്ന ഏതിലൂടെ? മന്ത്രത്തിലൂടെ, മന്ത്രസാധനയിലൂടെ. അപ്പൊ അതുകൊണ്ട് രഹസ്യമായിരിക്കുന്ന ഈ കുലശാസ്ത്രത്തെ അതേപോലെ നമ്മൾ സംരക്ഷിക്കണം. അതിന് വിരുദ്ധമായിട്ട് കുലശാസ്ത്രത്തെ പരസ്യമാക്കിയാൽ എന്താ? ഗുരുവായാലും ശരി, ശിഷ്യനായാലും ശരി, അവർക്ക് നരകമാണ് ശ്രീ പരമേശ്വരൻ വിധിക്കുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ശാസ്ത്രമാണ് ഈ കുലശാസ്ത്രം. അപ്പോ ഈ ഒരു അഹമിതം ജാനാതി എന്നുള്ള ഒരു എന്താ പറയാ, കുറച്ച് നമുക്ക് എല്ലാം എനിക്ക് അറിയാം എന്നുള്ള ഒരു എന്താ പറയാ ഒരു ദാർഢ്യം വരുമ്പോൾ നമുക്ക് സിദ്ധി ലബ്ധിയെ അത് നശിപ്പിക്കും. അതായത് കുറച്ച് അഹങ്കാരം ഉണ്ടാവും കുറച്ച് പഠിച്ചു വരുമ്പോൾ. ആജ്ഞാസിദ്ധി ലഭിക്കണമെങ്കിൽ അഹന്തയെ ഒഴിവാക്കണം. ആജ്ഞാസിദ്ധി അനുഗ്രഹ നിഗ്രഹ ശക്തിയെ ലബ്ധമാക്കുന്നതാണ്. ശുദ്ധവും നിർമ്മലവുമായിരിക്കുന്ന ചിത്തത്തോടെ വർത്തിക്കുന്നവർക്ക് മാത്രമേ ഗുരു കടാക്ഷത്താലും ഈശ്വര അനുഗ്രഹം കൊണ്ടും ഈ ഒരു മന്ത്രദേവതയുടെ സന്തുഷ്ടിയും മന്ത്രസിദ്ധി കൊണ്ട് ആജ്ഞാസിദ്ധിയും പ്രാപ്തമാവുകയുള്ളൂ. അപ്പൊ ഈ ഉത്തമനായിരിക്കുന്ന ഒരു ഉപാസകൻ എന്ത് വേണം? അഹംഭാവം തീരെ പാടില്ല. എല്ലാവർക്കും തന്റെ അറിവിനെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഒരിക്കലും ഈ പറഞ്ഞ മന്ത്രം എടുക്കാത്തവർക്ക് ഈ ഒരു കുലജ്ഞാനം പരസ്യമാക്കാനും പാടില്ല. അപ്പൊ സർവദർശനങ്ങളും ശാസ്ത്രങ്ങളും ശ്രീ പരമേശ്വരൻ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചവയാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള വൈശിഷ്ട്യമുണ്ട്. അതുകൊണ്ട് മറ്റു ദർശനങ്ങളെയോ ശാസ്ത്രങ്ങളെയോ നിന്ദിക്കരുത്. ദേവന്മാരും ദേവിമാരും സകലതും ശ്രീ പരമേശ്വരന്റെയും ശ്രീ പരമേശ്വരിയുടെയും അംശഭൂതരാണ്. ആ ഒരു ശതകോടി മന്ത്രങ്ങള്, അനേക കോടി മന്ത്രങ്ങള് ശ്രീ പരമേശ്വരനിൽ നിന്നുണ്ടായതാണ്. അതിനാൽ അവ ഒന്നിനെയും നമുക്ക് നിന്ദിക്കാൻ പാടില്ല. അവയെല്ലാം എനിക്കറിയാം എന്ന ഭാവം, അഹന്ത, അത് ഉപേക്ഷിക്കണം. എന്നാൽ മാത്രമേ ദേവതാ ശാപത്തിൽ നിന്ന്, നരകപ്രാപ്തിയിൽ നിന്ന് മുക്തമാവാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ഒരു ശാസ്ത്രത്തെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. താൻ വിശ്വസിക്കുന്ന ശാസ്ത്ര പ്രമാണങ്ങൾക്ക് വിരുദ്ധമായാൽ പോലും അവയെ നമ്മൾ അവഗണിക്കരുത്. കാരണം ഓരോരുത്തരുടെ വാസനയ്ക്കനുസരിച്ചാണ് മന്ത്രം സ്വീകരിക്കുന്നത്. അവയെ ഭക്തി വിശ്വാസത്തോടുകൂടി കരുതുന്ന മറ്റനേകം ഗുണങ്ങളും ഉപാസകരും ഉണ്ടാവാം. ആ കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അപ്പൊ ഞാൻ സ്വീകരിച്ച പാത്ത് വളരെ നല്ലത്, ബാക്കിയുള്ള എല്ലാം മോശം എന്ന് ഒരു ഉപാസകനും ബാക്കിയുള്ളതിനെ നിന്ദിക്കാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ താൻ വിശ്വസിക്കുന്ന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് മറ്റൊരു ഗുരുവിൽ നിന്ന് കേൾക്കാൻ ഇടയായാൽ തന്നെ അദ്ദേഹത്തെ ഗുരു എന്ന രീതിയിൽ ഗണിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഈ പ്രമാണങ്ങളൊന്നും വേറൊരാളുടെ നിന്ന്, ഈ പരമ്പരയിൽപ്പെട്ട ഒരാളിൽ നിന്നല്ലാതെ വേറെ പരമ്പരയിൽപ്പെട്ട ആളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. തന്റെ ഗുരു പരമ്പരയിൽ പെട്ടതായിരുന്നാൽ പോലും
അന്യ ഗുരുവായിട്ട് കാണാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ തന്റെ ശിഷ്യനോട് മാത്രമേ രഹസ്യം പറയാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിദ്ധികള്, വിദ്യകള്, ഈ ശ്രീവിദ്യ ഉപാസനയില് തന്നിൽ നിന്ന് മന്ത്രം സ്വീകരിച്ചവരോട് മാത്രമേ തുറന്ന് പറയാൻ പാടുള്ളൂ. അവർക്ക് മാത്രമേ ഈ അനുഭൂതി, ജ്ഞാനം, മന്ത്രങ്ങളുടെ രഹസ്യം എന്നിവ എല്ലാം തന്നെ ഈ ആര് മന്ത്രം കൊടുത്തു അവർക്കെല്ലാം ആത്മസംബോധരാണ് ആ ഗുരുവിന്റെ. അപ്പൊ അവർക്ക് മാത്രമേ ഇത് പകർന്നു കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പല ശ്രീ ലളിതാ സഹസ്രനാമത്തിലും 3/4 ഭാഗവും ഗുരുവിൽ നിന്ന് മനസ്സിലാക്കുക എന്ന് എഴുതാൻ കാരണം. കാരണം ഇത് ഗുരുവിന് മാത്രമേ ശിഷ്യന് പറഞ്ഞു കൊടുക്കുക, അന്യവരിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല. കാരണം അത് രഹസ്യമാണ്. അത് നമ്മുടെ ആത്മചൈതന്യത്തെ വരെ ബാധിക്കും. കാരണം ആത്മരഹസ്യം ന വദേത് എന്നാണ്. കാരണം ആത്മാവിനെ സംബന്ധിക്കുന്ന രഹസ്യം വേറൊരാളിൽ നിന്ന് കേൾക്കാൻ പാടില്ല. കാരണം ഈ ആത്മവിദ്യ ആരിൽ നിന്ന് സ്വീകരിച്ചോ ആ ആളിൽ നിന്ന് തന്നെ വേണം അത് കേൾക്കാനായിട്ട്. കാരണം നമ്മൾ സ്വീകരിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടതാണ് വേറൊരാൾ പറഞ്ഞു തരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് മന്ത്രസിദ്ധിക്ക് കുറവ് വരും. അത് മാത്രമല്ല മന്ത്രദേവതയുടെ ശാപവും കിട്ടുന്ന അർത്ഥം. അനർഹരായിരിക്കുന്നവർക്ക് കുലജ്ഞാനം ഉപദേശിക്കുകയാണെങ്കിൽ അത് അവരിൽ നിലനിൽക്കില്ല. അപ്പൊ ഈ മന്ത്രം ഉപേക്ഷിച്ച് പോകുന്നവരെന്താ, നമ്മുടെ കൊടുക്കുന്ന പരമ്പരയുടെയോ കൊടുക്കുന്ന ഗുരുക്കന്മാരുടെയോ തെറ്റല്ല. കാരണം അവര് അർഹമല്ലാത്ത മന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരിൽ ഈ കുലജ്ഞാനം നിൽക്കില്ല. കുറച്ചു നാൾ 2, 3, 4 വർഷം നിന്നിട്ട് ഈ ദേവത അതിനകത്ത് വീർപ്പ് മുട്ടും. അത് ദേവത ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. കാരണം അവരിൽ നിൽക്കാൻ പറ്റില്ല. എന്താ അത്? അനർഹമാണ്. അതുകൊണ്ട് ഉത്തമനായ ശിഷ്യനെ പോലും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം ശിഷ്യന്റെ യോഗ്യത പൂർണ്ണമായി അറിഞ്ഞ് തൃപ്തമായാൽ മാത്രമേ രഹസ്യമായിരിക്കുന്ന കുലജ്ഞാനം കൈമാറാൻ സാധ്യതയുള്ളൂ. അപ്പോ പതിവ്രതയുടെ യോനി പോലെ അതീവ ശ്രദ്ധയോടും രഹസ്യമായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടതാണ് കുലശാസ്ത്രം. ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ? ഇത് ഒരിക്കലും പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യങ്ങളോ പബ്ലിക്കായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട അല്ല. മന്ത്രരഹസ്യം ആത്മാവിന്റെ രഹസ്യമാണ്. ആത്മാവിനെ കാണാൻ പറ്റില്ല. ഒരു ശരീരത്തിലെ ഗുപ്തമാണ്. ആ ആത്മരഹസ്യമാണ് ശ്രീവിദ്യ ഉപാസന. അപ്പൊ അത് തികച്ചും ആരുടെ കയ്യിലാണോ സുരക്ഷിതരായിട്ട് സംരക്ഷിക്കപ്പെടുന്നത് അവർക്ക് മാത്രമേ കുലജ്ഞാനത്തിന് ഈ രഹസ്യ മന്ത്രങ്ങളെ ഉപാസിക്കാനുള്ള അർഹതയുള്ളൂ എന്നർത്ഥം. അപ്പോൾ തനിക്ക് ചെയ്യാനുള്ള സാധനാവിധികൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കണം. മന്ത്രസിദ്ധിക്കായിട്ട് ഗുരുപദിഷ്ടമായിട്ടുള്ള പൂജ, ഹോമാദികള്, കർമാനുഷ്ഠാനങ്ങൾ അതത് സമയം കൃത്യമായിട്ട് അനുഷ്ഠിക്കണം. ആസനം, പ്രാണായാമം എന്നീ കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരികിൽ പോലും മന്ത്രജപം സദാ തുടർന്നുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റു ദോഷങ്ങൾ ബാധിക്കില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ശരീരം മരണപ്പെടുക അതൊഴിച്ച് ബാക്കി ഏത് മരണം വന്നാലും കുലവാലായ്മകൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരിക്കലും മന്ത്രജപം മുടക്കാൻ പാടില്ല. അതാണ് നമ്മുടെ തന്ത്രശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഉപദേശം. അടുത്ത ബന്ധുക്കൾ മരിക്കാം, അടുത്ത സ്വന്തക്കാര് മരണ വീട്ടിലിരിക്കാം, മനസ്സുകൊണ്ടാണ് മന്ത്രം ജപിക്കുന്നത്. ഒരിക്കലും ബാക്കി പ്രാണായാമങ്ങളോ ആസന സിദ്ധികളോ ഒന്നും ചെയ്ത് പ്രത്യേക ആസനങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും മന്ത്രജപം, ഈ കിട്ടിയിരിക്കുന്ന മന്ത്രജപത്തെ മുടക്കാൻ പാടില്ല. കാരണം മാനസികമായിട്ട് ഗുരു ഉപദിഷ്ടമായിട്ടുള്ള മന്ത്രം നമ്മളെ സംരക്ഷിക്കുക ചെയ്യുന്നത്. ഈ ഒരു മരണം എന്നൊക്കെ പറയുമ്പോൾ പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും പല സൂക്ഷ്മ ശക്തികളും നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. നമ്മൾ ചെല്ലുന്ന വീട്ടിലും നമ്മൾ ഇരിക്കുന്ന വീട്ടിലും നമ്മുടെ മനസ്സുകൊണ്ടൊക്കെ ആ സൂക്ഷ്മ ശക്തികളെ എപ്പോഴാണോ മനസ്സ് ഈ മന്ത്രജപത്തിലൂടെ ജാഗരൂപമായിട്ടിരിക്കുന്ന ഈ മന്ത്രദേവതകൾ ഉണർന്ന് എപ്പോഴും നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു വലയം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പൊ എപ്പോ നമ്മൾ ജപിക്കാനുള്ളത് നിർത്തുന്നോ അപ്പൊ ആ സാധകനെ പിടിക്കാൻ വളരെ എളുപ്പമാണ് ഈ സൂക്ഷ്മ ശക്തികൾക്ക്. അതുകൊണ്ടാണ് പറയുന്നത് നെഗറ്റീവ് സ്ഥലങ്ങള്, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മന്ത്രജപം നിത്യം ചെയ്യണം. അതിന് മാറ്റം വരുത്തരുത് എന്ന് പറയാൻ കാരണം. അപ്പൊ മാനസികമായിട്ട് ഗുരു ഉപദിഷ്ടമായിട്ടുള്ള മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഗുരു, പരമ്പര, മന്ത്രദേവത ഇത്രയും പേര് നമ്മളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഇത് മുക്തി സാധനയ്ക്കായിട്ട് ഈ ജപം നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പൊ മാനസികമായിരിക്കുന്ന ജപം അനേകം മടങ്ങ് ശക്തിയാണ് പ്രദാനം ചെയ്യുന്നത്. മന്ത്രം ഒരിക്കലും ശബ്ദത്തിലൂടെ, വൈഖരിയിലൂടെ പുറത്ത് ജപിക്കാൻ പാടില്ല. നടക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ആഹാരം കഴിക്കുമ്പോഴോ കുളിക്കാതെയോ അശുദ്ധി ശരീരത്തെ ബാധിച്ചിരിക്കുമ്പോഴോ എങ്ങനെയും ആകട്ടെ മന്ത്രം ജപിക്കാം. വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണം. വീണ്ടും വീണ്ടും നമുക്കിവിടെ സംശയം വരരുത്. നമുക്ക് എപ്പോഴൊക്കെ മന്ത്രം ജപിക്കാം? കാരണം ഇത് മന്ത്രമല്ലേ. കുളിക്കുമ്പോ ജപിക്കാവോ, ബാത്റൂമിൽ പോകുമ്പോ ജപിക്കാവോ, പ്ലെയിനിൽ ഇരിക്കുമ്പോ ജപിക്കാവോ എന്നൊക്കെ ഉള്ള സംശയങ്ങളുണ്ട്. മാനസികമാണ് ജപം.
ഈ ജപം അനേകം മടങ്ങ് ശക്തിയാണ് നമുക്ക് തരുന്നത്. മാനസിക ജപം, മനസ്സ് ഊർജമാണ്, എനർജിയാണ്, അതിന് ഒരുപാട് ശക്തിയുണ്ട്. ആ ശക്തിയാണ് മന്ത്രം നമുക്ക് തരുന്നത്. അപ്പൊ അതെന്താ? നടക്കുമ്പോ ജപിക്കാം, ഉറങ്ങുമ്പോ ആദ്യം തുടക്കത്തിൽ ഒരിടത്ത് ഇരുന്ന് ജപിക്കുക. ഈ പറഞ്ഞ മഹാഷോഡശി, പഞ്ചദശാക്ഷരി മന്ത്രമൊക്കെ ശരീരത്തെ നിശ്ചലമാക്കി തന്നെ ജപിക്കണം എന്ന് പറയാൻ കാരണം, ഈ രജോ ഗുണമുള്ളവർക്ക് കൂടുതൽ അതിലോട്ട് പോവാതെ മനസ്സിനെ നിശ്ചലമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. ആഹാരം കഴിക്കുമ്പോൾ അഥവാ മനസ്സിലൊരു മന്ത്രം വന്നു, അത് തെറ്റല്ല. കാരണം അത് എപ്പോഴും നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിച്ചു, മനസ്സ് മന്ത്രമയമായി തീർന്നു എന്ന് അതിനർത്ഥം. പിന്നെ കുളിച്ചില്ല, സുഖമില്ലാതെ കിടക്കുകയാണ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും അശുദ്ധി ശരീരത്തിന് വന്നു, മുറിഞ്ഞു, കാല് കെട്ടിവെച്ചിരിക്കണോ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ പോലും ഈ മന്ത്രങ്ങളെല്ലാം ജപിച്ചു കൊള്ളണം. കാരണം മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ബാധിക്കില്ല. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.